ക്രൈമിന് പോലീസ് ഹരിപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ശ്രീവത്സം ഗ്രൂപ്പിന്റെ ഉടമയായിട്ടുള്ള രാജേന്ദ്രൻ പിള്ളയെ ഒന്നാം പ്രതിയാക്കിയും ഒപ്പം തന്നെ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയും കേസെടുത്തുകൊണ്ട് നിയമ നടപടി ഒരു വശത്ത് പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ ശ്രീവത്സം ഗ്രൂപ്പും ഇവിടെ ഈ അശോകൻ ചേട്ടന് വേണ്ടി നിലകൊണ്ട രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിലനിന്ന ആളുകളുമായി ചർച്ച നടത്തി അതിനൊടുവിൽ ശ്രീവത്സം ഗ്രൂപ്പിന് മുട്ടുമടക്കേണ്ടി വന്നു. എന്താണെങ്കിലും അദ്ദേഹത്തിന് നീതി ലഭ്യമാകുന്നു. ഇന്ന് തന്നെ അദ്ദേഹത്തിന് താൽക്കാലികമായ സംവിധാനം ഒരുങ്ങും. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ നില വൈദ്യുതി അവിടേക്ക് ലഭിക്കില്ല. പക്ഷേ ശ്രീവത്സം ഗ്രൂപ്പിൽ അവരുടെ കെട്ടിടത്തിൽ നിന്നും KCBയുടെ വൈദ്യുതി ഇന്ന് തന്നെ ലഭ്യമാക്കും. ഏറ്റവും അടുത്ത ദിവസം പൊളിച്ച കെട്ടിടത്തിന്റെ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കെട്ടിടം നിർമ്മിച്ച് നൽകും. ഇതൊക്കെ രേഖാമൂലം ആലപ്പുഴ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചർച്ചയിൽ അത് രേഖാമൂലം എഴുതി തന്നെ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാവുകയില്ല എന്ന് കൂടി ശ്രീവത്സം ഗ്രൂപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇനി ചേട്ടാ നീതി ലഭ്യമായി അല്ലേ? അതായത് ചേട്ടൻ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. കട പൊളിച്ചു എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അല്ലേ? പെട്ടെന്ന് നമ്മള് രാവിലെ തൊട്ട് ആരും ഇല്ല, വന്നില്ല. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് അറിഞ്ഞ് കണ്ട് എല്ലാം വന്നപ്പോൾ എല്ലാവരും 4 മണിക്കൊന്നും വന്നു. സന്ധ്യ ആയപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായി. അവരുമായിട്ട് ചർച്ചയായി. അവരുടെ കടയൊക്കെ അടയ്ക്കുക, നിങ്ങൾ കച്ചവടം കഴിക്കുക, വൃത്തിന്റെ മണ്ണ് വാരിയിട്ട് കഞ്ഞിയും മണ്ണ് വാരിയിട്ട് നിങ്ങൾ കട അടയ്ക്കണം, കച്ചവടം ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. ഇപ്പൊ ആശ്വാസമായി. ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം വരുമാന മാർഗം നിലച്ചു. ഇപ്പൊ എന്താണെങ്കിലും അത് ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ടല്ലേ? തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയെ കുറിച്ച് അന്വേഷിക്കണം. പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇവിടെ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും അടക്കം നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിയാണ് ഇദ്ദേഹത്തിന് നീതി ഉറപ്പാക്കിയിട്ടുള്ളത്. എന്താണെങ്കിൽ ഈ ചർച്ചയിൽ അവർ ഇത്തരം കാര്യങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ട്. അപ്പൊ ഈ കൃത്യമായി നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അവർ അംഗീകരിച്ചിട്ടുണ്ട്. ആ ആവശ്യം കൃത്യമായി ഇന്ന് എഗ്രിമെന്റ് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കുന്നിടം വരെ അശോകൻ ചേട്ടനോടൊപ്പം ഈ നാട് ഒന്നായി കൊണ്ടാകും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട് കൃത്യമായും അശോകൻ ചേട്ടനൊപ്പം തന്നെയുണ്ട്. അതാണ് ഇപ്പൊ ഈ ഹരിപ്പാട് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. എല്ലാവരും ഇന്നലെ രാത്രി മുതൽ അശോകൻ ചേട്ടന്റെ ഈ വിഷയത്തിൽ വളരെ വൈകാരികമായിട്ടാണ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ അശോകൻ ചേട്ടന്റെ കട പൊളിച്ചതിനേക്കാൾ കൂടുതൽ ഒപ്പം തന്നെ ഈ PDPP ആക്ട്, അതായത് പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്. ഈ കട പൊളിച്ചപ്പോൾ കൈവരിയൊക്കെ തകർത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ചെറായി ഷാജി നടക്കുന്ന ആളെ പ്രതിയും ചേർത്തിട്ടുണ്ട് പോലീസ്. ഹരിപ്പാട് ഇത്തരം ഗുണ്ടായുസമൊക്കെ തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതാണോ? ഹരിപ്പാട് അങ്ങനെ ഒരു ആലമ്പുള്ള ഒരു സ്ഥലമല്ല. പക്ഷേ ഇതിനകത്ത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലമാണ് അതിനകത്ത് കാണേണ്ടത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് MLA ആയിട്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇതേപോലെയുള്ള ഒരു ബുൾഡോസർ രാജ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതിനകത്ത് ഞാൻ മന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അതിനകത്ത് പോലീസ് സംവിധാനം, പോലീസ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പോലീസ് ഇതിനകത്ത് അനുകൂലമായൊരു നിലപാടെടുത്തതിൽ തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ മന്ത്രിയുടെ മണ്ഡലമായതുകൊണ്ടുള്ള ഇടപെടലായിരിക്കാം. പക്ഷേ ഇതിനകത്ത് ഒരു രീതിയിലുള്ള ഇതേയുള്ള ഈ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള ഗുണ്ടാരാജ് ആക്ട് ഉൾപ്പെടെ നടപ്പാക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം നടപടികളായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന്റെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം കൊടുക്കാനുള്ള തീരുമാനങ്ങൾക്കൊപ്പം ഗവൺമെന്റ് തീരുമാനം, മന്ത്രിയുടെ തീരുമാനങ്ങൾ പൊതുസമൂഹം. പിന്നെ ഇതിനകത്ത് സന്തോഷമുണ്ട് ഈ കാര്യത്തിലെ ഒരു ഒറ്റക്കെട്ട. ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരെയും ഈ ശ്രീവത്സം ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് സൗഹൃദമുള്ള ആളുകളാണ്. പണത്തിന്റെ സ്വാധീനവും അല്ലാതെയൊക്കെയുള്ള ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. കാരണം ഇതെങ്ങനെയും ഒത്തുതീർപ്പാണ്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച അശോകന്റെ സാന്നിധ്യത്തിൽ അശോകന്റെ കടയുടെ മുന്നിൽ, ശ്രീവത്സത്തിന്റെ കടയുടെ മുന്നിൽ നിന്നുള്ള ചർച്ചയ്ക്കല്ലാതെ ഞങ്ങൾ ഒന്നിനും തയ്യാറല്ല. അതിന്റെ മാനേജ്മെന്റുമായിട്ട് ഞങ്ങൾ അതിനകത്ത് ഒരു ഉപാധി വെച്ചത് അശോകൻ പറയുന്ന ഉപാധികൾ അല്ലെ. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ഒരു പോരായ്മയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ കൂടി ഞങ്ങൾ കൂടി അതിനകത്ത് ബഹുമാനപ്പെട്ട വക്കീലന്മാരായിട്ട് 2 വക്കീലന്മാർ ഇതിനകത്തുണ്ട്. UNS സംഘടന, യൂത്ത് കോൺഗ്രസിന്റെയും DYFIയുടെയും നേതാക്കന്മാരുണ്ട്. പിന്നെ ജനപ്രതിനിധികൾ 15 പേരുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ആ 15 ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ബഹുമാനപ്പെട്ട SHOയുടെ മുമ്പിൽ ഞങ്ങൾ വന്നത്.